സന്തോഷം. ഞാൻ പലപ്പോഴും വിചാരിച്ചു ഒരു ഇന്റർവ്യൂല് പറയുന്നത് ഇതെന്തിനുള്ള പുറപ്പാടാ? നിങ്ങൾ വിചാരിക്കണ പോലത്തെ ഒരാളല്ല സന്തോഷ് ചേട്ടൻ. ഞാൻ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്. ഭയങ്കര ഒരു ലാലേട്ടൻ ഫാനാണ്. അപ്പൊ ആരാധകരെ കണ്ട സന്തോഷ് ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഞായറാഴ്ച അപ്പൊ ചേട്ടൻ ഓഫീസില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ. ഹലോ, എന്തിനാ അവിടെ പോയിരുന്നിട്ട് വെറുതെ 2-2.5 മണി? എന്റെ ഈശോയെ, ഞാൻ എന്ത് തെറ്റ് ചെയ്ത് എന്നെ ഇങ്ങനെ പരീക്ഷിക്കാൻ? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പുള്ളി സിനിമയ്ക്ക് പോണത് ഇഷ്ടമല്ല. അവറ്റയുടെ മുഖം കാണുമ്പോ തുടങ്ങും എനിക്ക് പേര് വരല്ലേ അങ്ങോട്ട് അടിച്ചു കയറാൻ. കാണണ്ട, വെറുത്തുപോയി. ഒരു ദിവസം ഞാൻ ഇങ്ങനെ നന്ദനം ടിവിയിൽ വന്നപ്പോ ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക അവിടെ. അപ്പൊ ചേട്ടന് കിടക്കൊന്നുമായിരുന്നു. എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, ഇതേതാ ഈ സിനിമ? നന്ദനം, ഞാൻ അഭിനയിച്ച സിനിമ. അത് ശരി, ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. ഞാൻ പറഞ്ഞപ്പോ ചേട്ടനല്ലേ പറഞ്ഞത് ഈ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെന്ന്. ഞാനിങ്ങനെ ഓടിച്ചൊക്കെ വിട്ട് കുറച്ചൊക്കെ സീന്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പിടിച്ചു കേട്ടോ. ഞാനവിടെ കസേര സത്യം പറയണം, എന്ത് ചേട്ടൻ മോഹൻലാലിന്റെ ഫാനാണോ? അതെ. എന്നെ വിശ്വാസമില്ലല്ലേ? ചേട്ടൻ മോഹൻലാലിന്റെ അവസാനമായിട്ട് കണ്ട സിനിമ ഏതാ? കിലുക്കം. വലിയ ആളാവല്ലേട്ടാ. പേര് പറഞ്ഞില്ലേ, മോഹൻലാൽ അഭിനയിച്ച സിനിമ വേറെ മൃഗയാമ പറയാൻ നന്നായി. ഒരു സഹോദരന്മാരെ നിങ്ങൾ ഹലാക്കിതാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്ന് പോവാണ്. മൃഗയെന്ന് പറയുന്നെങ്കിൽ എനിക്ക് ഇത്ര തലയിരിക്കുമ്പോ വാലാടണ്ട. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആട്ടിയാലല്ലേ വാലുണ്ടെന്ന് തല അറിയൂ. വിഷമം. കിലുക്കത്തിന് നിക്കണേ ഉള്ളൂ, എന്നെ ഒന്നും കണ്ടിട്ടില്ല. ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. ഇഷ്ടപ്പെട്ട നടി ആരാണ് മലയാളം? എനിക്കും വലിയ പിടിയില്ല. ഇഷ്ടപ്പെട്ട നടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം തകരാൻ പോകുന്നു. എനിക്ക് ഭാവന ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ അതെല്ലാം വിട്ടിട്ടിപ്പം നബിയാണ്. ഈ അഭ്യാസം ഒന്നും അവളോട് ചെലവാവില്ല. അവളൊരു വിളഞ്ഞ വിത്ത. എന്നല്ലൊരു കാര്യം ചെയ്യും, ഞാൻ നാളെ വരാം. നാളെ വരുമോ? പിന്നെ നാളെ വരാതിരിക്കാൻ പറ്റുമോ?